അപ്പോൾ അബ്ദുള്ള പറഞ്ഞതിനെ പറ്റി കുറച്ച് കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോൾ സാധാരണയായിട്ട് നമ്മളെല്ലാവരും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, നമ്മൾ മറ്റുള്ള മതസ്ഥരുടെ വീട്ടിൽ പോയാൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അവരവരുടെ പൂജാ റൂം തുറന്നു തരികയും, അതേപോലെ നമുക്ക് നിസ്കരിക്കണമെങ്കിൽ ഏതെങ്കിലും റൂമിൻ്റെ ഒരു ഭാഗത്ത് നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു തരികയും, അതേപോലെ പൂജ ചെയ്യണമെങ്കിൽ അവരൊരു വീടിൻ്റെ ഒരു ഭാഗത്ത് പൂജ ചെയ്യാനും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള സൗകര്യം പരസ്പരം ചെയ്തു തരാറുണ്ട്. ഇത് നമ്മളിലുള്ള കീഴ്വഴക്കം വന്നു ഭവിച്ചത്, നമ്മളിലേക്ക് എത്തിച്ചേർന്നത്, നമ്മളിലേക്ക് ലയിക്കപ്പെട്ടത് റസൂലുള്ള നമുക്കിത് മാതൃകയായിട്ട് കാണിച്ചതിൻ്റെ പേരിലാണ്. റസൂലുള്ള പള്ളിയുടെ ഒരു ഭാഗം, ഇതിപ്പോൾ ഞാൻ മതസൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടി മാത്രം പറയുന്നതല്ല, ഇത് തെറ്റാണെങ്കിൽ ഉസ്താദന്മാരടുത്ത് ചോദിച്ചു നോക്കാം. പള്ളിയുടെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വിട്ടു നൽകിയിട്ടുണ്ട്. പള്ളിയിൽ നബിതങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആളുകൾ കയറി അവർക്ക് പ്രാർത്ഥന സൗകര്യം ആവശ്യപ്പെട്ടപ്പോൾ പള്ളിയുടെ ഒരു ഭാഗം അവർക്ക് വേണ്ടി വിട്ടു നൽകുകയും ചെയ്യുന്നു. അത്രയും മാതൃകാപരമായിട്ട്, അത്രയേറെ കാരുണ്യമായിട്ട്, അത്രയേറെ കെയറിലാണ് ദൈവം നമ്മളെ നോക്കുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിക്ക് ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കേണ്ടത്, മുമ്പത്തെ കാലത്ത് ഏത് കാലഘട്ടത്തിലായാലും ഖുർആൻ ഷരീഫ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും നബിതങ്ങൾ ഖുർആൻ എന്തു പറഞ്ഞോ അതിൻ്റെ ജീവിത ചര്യയാണ് റസൂലുള്ള നബിതങ്ങൾ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നിരിക്കുന്നത്. അതാണ് വിലയിരുത്തേണ്ടത്. അല്ലാണ്ട് ഈ വിവരമില്ലാത്ത ആൾക്കാർ പറയുന്നതല്ല ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ ശ്രേഷ്ഠതയും അത്രയേറെ മാന്യതയും അത്രയേറെ വളരെ, അതായത് ആർക്കും കോട്ടം വരുത്താതെ നമ്മൾ പരിപൂർണമായും ദൈവത്തെ ആരാധിക്കുകയും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും, മറ്റുള്ളവർക്ക് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ യാതൊരു ബുദ്ധിമുട്ടും തടസ്സങ്ങളും ഇല്ലാത്ത രീതിയിൽ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടാവുകയും മറ്റുള്ളവരുടെ മതങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നതാണ് ദീനുൽ ഇസ്ലാം. അതാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മതം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീര ഇച്ഛകളെ ദൈവത്തിന് സമർപ്പിച്ച് അതുവഴി നമുക്ക് ലഭിക്കുന്ന മനസമാധാനത്തിനെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മൾ പരിപൂർണമായിട്ടും ദൈവത്തിനെ അനുസരിക്കുന്നവനാണ് മുസ്ലിം. ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരവും നോമ്പും സക്കാത്തും മാത്രമല്ല, ഒരാളെ പോലും വേദനിപ്പിക്കുകയോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കുകയോ മറ്റു സംഭവങ്ങളോ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആദ്യത്തെ ഘടകം. ഇസ്ലാമിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുകയും നിസ്കാരവും മാത്രമല്ല, മറ്റുള്ളവരെ വേദനിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആരാധന കർമ്മങ്ങളൊന്നും ദൈവം സ്വീകരിക്കില്ല. സമൂഹത്തിന് വേണ്ടാത്ത ഒരാളെ ദൈവത്തിനും വേണ്ട എന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ് ദൈവം നടത്തിയിരിക്കുന്നത്. എല്ലാ മതഗ്രന്ഥങ്ങളും നന്മയാണ് പറയുന്നത്, ഏകദൈവത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൃശ്ശൂർ റൗണ്ട്, നമ്മൾ ഏതിലേ പോയാലും തൃശ്ശൂർ റൗണ്ടിൽ എത്തിച്ചേരുന്ന പോലെയാണ് ദൈവം. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ദൈവം അതിനേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠതയിൽ ഉന്നതിരിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഏത് ഒരു റൗണ്ടിൽ നിന്നുകൊണ്ട് ആ ഒരു റൗണ്ടിനെ ഒരു കേന്ദ്രമായിട്ട് എടുത്തുകൊണ്ട് ഏതിലൂടെ പോയാലും ആ റൗണ്ടിൽ എത്തിച്ചത്, അതാണ് വൃത്തത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അതേപോലെ തന്നെ ഒരു കേന്ദ്ര ബിന്ദുവാണ് ദൈവം. ഏത് രീതിയിൽ ആരാധിച്ചാലും, ഏകദൈവമായിട്ട് ആരാധിച്ചാലും അതിലേക്ക് എത്തിച്ചേരും. അതാണ് മതങ്ങളുടെ പ്രത്യേകത. എല്ലാ മതങ്ങളും പറയുന്നത് നല്ലതാണ്, എല്ലാ മതങ്ങളും പറയുന്നത് ഒരു മതവും ഒരു മനുഷ്യനെ വെട്ടിക്കൊല്ലാനോ അല്ലെങ്കിൽ വേറൊരുത്തൻ്റെ സ്വത്ത് അപഹരിക്കാനോ അല്ലെങ്കിൽ കള്ളുകുടിക്കാനോ അല്ലെങ്കിൽ വ്യഭിചരിക്കാനോ അല്ലെങ്കിൽ വേറെ ആളെ തല്ലിക്കൊല്ലാനോ മോശമായിട്ട് ആക്ഷേപിക്കാനോ ഒന്നും ഒരു മതവും പറയുന്നില്ല. എല്ലാ മതങ്ങളും ഒരുപോലെ തന്നെ പറയുന്നത് എല്ലാം തെറ്റ് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ മതങ്ങളും ശരിയാണ്, മതങ്ങളല്ല പ്രശ്നം, മനുഷ്യരാണ് പ്രശ്നം. പിന്നെ മതങ്ങൾ പഠിക്കുമ്പോൾ പരിപൂർണമായിട്ട് പഠിക്കാതിരുന്നാൽ അത് ഏറ്റവും വലിയ വേറൊരു പ്രശ്നമായിട്ട് മാറും. എല്ലാ കാര്യവും പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചില്ലെങ്കിൽ ഇതേപോലെയുള്ള പൊട്ടത്തരങ്ങൾ, അബ്ദുള്ളക്ക് ഇത്രയും പ്രായമായിട്ടുള്ള ആൾ ഇങ്ങനെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാന്ന് പറയുമ്പോൾ, ലാലേട്ടൻ എന്തും മനോഹരമായിട്ടാണ്. ഇപ്പോൾ ലാലേട്ടൻ ഒരു മോശപ്പെട്ട സംഭവമല്ല കൊണ്ടു കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും വിളിച്ചു പറയാം, അത് സ്വീകരിച്ച മമ്മൂട്ടിക്ക്. എന്നാലും അവർ രണ്ടുപേരുള്ള കാര്യങ്ങൾ വേറൊരാൾക്ക് അതിൽ ഇടപെടാൻ പാടില്ല.
മമ്മൂട്ടി മോഹൻലാലും പരസ്പരം എത്രയോ സ്നേഹിക്കും. നമ്മളെ പോലെയാണോ? അവർ അവരുടേതായിട്ടുള്ള ഫിലിം ഫീൽഡിൽ അവർ അവരുടേതായിട്ടുള്ള സ്നേഹബന്ധം നിലനിർത്തുന്ന സമയത്ത് അതിൽ കയറി ഈ മൂന്നാമതൊരാളായിട്ടുള്ള ഒരാൾ അഭിപ്രായം പറയണമെങ്കിൽ അയാൾ എന്തുമാത്രം പൊട്ടത്തരമുള്ള ഒരാളായിരിക്കണം. ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ അഭിപ്രായം പറയില്ലല്ലോ. അപ്പോൾ മമ്മൂട്ടിയോട് അത്രയേറെ സ്നേഹവും ഉള്ളത് കൊണ്ടല്ലേ മോഹൻലാൽ വ്രതമെടുത്തിട്ട് ഒരു ദിവസം മല ചവിട്ടി അയ്യപ്പൻ്റെ പ്രസാദം കൊണ്ടുവന്നിട്ട് മമ്മൂട്ടിക്ക് കൊടുക്കണമെങ്കിൽ എന്തുമാത്രം സ്നേഹമുണ്ടാവണം. അപ്പോൾ ആ ഒരു നന്മ, ഏറ്റവും വലിയൊരു നന്മ മനസ്സിലാക്കാതെ ഓരോ പൊട്ടത്തരങ്ങൾ സോഷ്യൽ മീഡിയയിൽ കയറി വിളമ്പുന്നത് ശരിയാണോ? ഇപ്പോൾ ഇന്ന് ആൾക്കാർ കാണാനും കേൾക്കാനുണ്ടെന്ന് വെച്ചിട്ട് അതിനിടയ്ക്ക് വേറെ കുറച്ച് സംഭവങ്ങൾ ഈ അബ്ദുള്ള ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ പ്രഖ്യാപിക്കുക. അതായത് ഓണത്തിൻ്റെ ഇടയ്ക്ക് ബൂട്ട് കച്ചവടം ചെയ്യുന്ന പോലെ വേറെ കുറച്ച് ആൾക്കാർ. എന്ത് തന്നെയായാലും നമ്മുടെ ജനങ്ങൾക്ക് നന്നായിട്ട് വിവരമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ, ദൈവത്തിനെ ഭയക്കുന്ന ജനങ്ങൾ, ദൈവത്തിനെ സ്നേഹിക്കുന്ന ജനങ്ങൾ, ഒരാളും തന്നെ ഒരു മതവിദ്വേഷവുമായിട്ട് ആരും പോകൂല. അത് 100% ഉറപ്പാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ദൈവം പരിശുദ്ധിയോടുകൂടിയുള്ള സ്നേഹം പ്രദാനം ചെയ്യട്ടെ. നമ്മൾ മനുഷ്യരാണ്. ഇത്തരത്തിലുള്ള വർഗീയമായിട്ടുള്ള പ്രസ്താവനകളിൽ നമ്മൾ ആരും വീണു പോകില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഇത്തരത്തിലുള്ള വർഗീയമായ വിദ്വേഷങ്ങൾ തുപ്പുന്ന ആളുകൾ വിവരമില്ലാത്തവരും വിദ്വേഷം സ്പ്രെഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇറ്റ്സ് മീ ഷിനു ഷേഖ് അബ്ദുൽ ഖാദർ. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് അലോട്ട്. താങ്ക് യു.